Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കിഡിലൻ ചെമ്മീൻ ചുക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനു മുന്നേ നമ്മൾ ചിക്കൻ ചുക്കയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചുക്കയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ചുക്ക റെഡിയാക്കാനായിട്ട് 1 കിലോ ചെമ്മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ്റെ നടുവിലുള്ള ഒരു നൂല് പോലത്തെ ഒരു സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചുക്ക റെസിപ്പിക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റമാണ് ഫ്രൈഡ് ഓണിയൻ എന്ന് പറയുന്നത്. സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ബിരിയാണിക്കൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നിങ്ങൾ എടുക്കുന്ന സവാളക്കനുസരിച്ച് മൊരിയാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഓയിൽ നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ 3 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ കുറച്ചായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലെ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഓയിൽ ഹീറ്റ് ആണോ, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സവാള ഫ്രൈ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ സവാള മുഴുവനും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിനി ചെമ്മീനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയിൽ എരിവുള്ള മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ഇത് 3ഉം കൂടി ഒന്നിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ, എങ്കിലേ ഒരു നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ അതൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുക, എങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് കൈ വെച്ച് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഉടനെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ സവാള. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം, നല്ല പൊടിയായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചെമ്മീനിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. എന്താണെന്ന് വെച്ചാൽ എങ്കിൽ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ എത്തിക്കിട്ടും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നല്ലതുപോലെ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. എങ്കിലും നന്നായിട്ട് നമ്മൾ ചെമ്മീനിലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ മസാല അങ്ങ് ഉള്ളിലേക്ക് പിടിച്ച് ഇട്ടുകൊള്ളും കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചുക്ക റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കുക. അടുത്തത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചെമ്മീൻ മസാല റെഡിയാക്കി വെച്ചിട്ടില്ല, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ആ ഒരു കറിവേപ്പിലിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ചെമ്മീനിലൊന്ന് എത്തിക്കോട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബൗളിലേക്ക് തന്നെ കുറച്ചൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെമ്മീൻ ചുക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ നോക്കിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആദ്യം ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് വേണ്ട, എന്തായാലും ചെമ്മീനിന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. എന്നാലും അഥവാ അടിക്ക് പിടിക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അല്പേ ചേർത്തിട്ടുള്ളൂ, ഏതാണ്ട് ഒരു 1/2 കപ്പ് അളവിൽ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് വെന്തിട്ടില്ല, ഒരു പകുതി ഭാഗമേ വെന്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആ ഒരു സ്പാച്ചില മാറ്റിയിട്ട് ഈ ഒരു വുഡൻ സ്പാച്ചില മാറ്റിയിട്ട് ഇതുപോലത്തെ ഒന്ന് എടുത്ത്, കാരണം എന്ന് വെച്ചാൽ ഇനി കൂടുതൽ ഡ്രൈ വറ്റും തോറും നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സ്പാച്ചിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കാൻ പറ്റും ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ ഇനി ഇപ്പം കണ്ടില്ല, അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്ക് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ആവശ്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരിക്കും ചെമ്മീൻ ചുക്ക എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എന്തായാലും ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ ഇപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ വെന്തതിന് ശേഷം ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടപ്പ് തുറന്നിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. പക്ഷേ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചുക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കുറച്ച് സമയം ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊടാതെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരുന്ന കേട്ടോ. ഏതാണ്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ നമ്മുടെ ചുക്കയുടെ അവസ്ഥ കുറച്ചുകൂടി നന്നായിട്ട് തിക്കായി വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്നെസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഗ്രേവിയോട് കൂടി ലൂസായിട്ട് ആവശ്യമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് പെർഫെക്റ്റ് രീതിയെന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ് ചെയ്യാൻ. അതുപോലെ തന്നെ എന്താ പറയുക, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സവാള ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ഒരു ടൈമല്ലേ വേണ്ടു. പിന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് തട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്ന, മൈൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും എന്തായാലും ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും അതുപോലെ തന്നെ പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്